ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ, നമ്മൾ ഈ നൈറ്റി തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നല്ല ലാഭത്തിൽ തയ്ച്ച് കൊടുക്കാമെന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നതും. അതുപോലെ തന്നെ നൈറ്റി തയ്ക്കാൻ അറിയാത്തവർക്ക് എങ്ങനെ ഈസി ആയിട്ട് നൈറ്റി തയ്ക്കാമെന്നൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. ചെറിയ രീതിക്ക് തയ്ക്കാനൊക്കെ അറിയുന്നവരാണെങ്കിലേ വീട്ടിലിരുന്നു കൊണ്ട് നൈറ്റിയൊക്കെ തയ്ച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താനായിട്ട് പറ്റും. അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റി തുണി എടുക്കുന്ന സമയത്ത് നമ്മൾ ഹോൾസെയിലായിട്ടൊക്കെ നൈറ്റി തുണി എടുക്കാം കേട്ടോ. എന്നാലാണ് നമുക്ക് തയ്ച്ച് കൊടുക്കുമ്പോൾ അതിൽ നല്ല ലാഭം കിട്ടുള്ളൂ. നൈറ്റി തുണി എടുക്കുന്ന സമയത്തെ സാധാരണ ഷോപ്പിൽ പോയി നൈറ്റി തുണി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹോൾസെയിലൊക്കെ ആ റേറ്റിന് കിട്ടുന്ന കടകളൊക്കെ ഒരുപാട് നമ്മൾ ടൗൺ ഏരിയ അങ്ങനെയുള്ള ഭാഗങ്ങളിലുണ്ടാവും. അപ്പോൾ നമ്മളത് അന്വേഷിച്ചതിൻ്റെ ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനായിട്ട് നൈറ്റി തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നൈറ്റി എങ്ങനെയാണ് ഈസിയായി തയ്ക്കാമെന്നാണ് കേട്ടോ നമ്മൾ കാണിച്ച് തരുന്നത്. അപ്പം നമ്മളിവിടെ 2 നൈറ്റിയാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്ത് തയ്ക്കാൻ പോണത്. അപ്പോൾ ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മടക്ക് വശം വരുന്നത് നമ്മുടെ അടുത്തേക്കും 4 വശം വരുന്നത് തുറന്നിരിക്കുന്ന ഭാഗം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ ഇതേ രീതിക്ക് മടക്കിയിട്ടതിൻ്റെ ശേഷം നമുക്ക് അളവ് നൈറ്റി എടുക്കാം കേട്ടോ. നൈറ്റി കട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിക്ക് ഉടുപ്പ് ഇങ്ങനെ താഴോട്ടിട്ട് അളവ് താഴോട്ട് തിരി ഇറക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേൽഭാഗത്തു നിന്ന് നമുക്ക് കട്ടിങ് ഒന്നും വരാതെ നല്ലൊരു പീസ് തുണി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ രീതിക്ക് താഴോട്ട് ഇറക്കി വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് വശത്ത് ഞാൻ കഴുത്ത് വികാസം ഒരു 3.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ഷോൾഡർ അതുപോലെ തന്നെ ഒരു 4 ഇഞ്ചോളം ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. കൈക്കുഴി നല്ല രീതിക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇത് ഇതേപോലെ പിടിച്ചതിന് ശേഷം കൈക്കുഴിയുടെ ആ ഭാഗത്തു നിന്നുണ്ടല്ലോ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെ താഴ്വശത്ത് ഇതേ രീതിക്ക് മേലോട്ട് കൈക്കുഴിയുടെ ആ ഒരു കട്ടിങ് പോയ ഭാഗം ഉണ്ടല്ലോ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ അളവിന് കൈക്കുഴി കിട്ടും. നൈറ്റി കട്ട് ചെയ്യാനും തയ്ക്കാനും അധികം അറിയാത്തവർക്കാണ് കേട്ടോ അതിങ്ങനെ സിമ്പിളായിട്ട് തയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് അതിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം. നൈറ്റി കട്ട് ചെയ്യാനുള്ളതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കറക്റ്റ് നമ്മുടെ ഒരു വണ്ണാണ് കേട്ടോ. പിന്നെ രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് തയ്യൽ തുമ്പ് കറക്റ്റ് ആ ഒരു വെട്ടിയെടുക്കാനുള്ളതാണ്. മേൽവശത്ത് കാണുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മൾ കൈ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ കൈ കട്ട് ചെയ്യാനായിട്ട് ഇതേ രീതിക്ക് നമ്മുടെ അളവെടുപ്പ് വയ്ക്കുക കേട്ടോ. അതിന് ശേഷം എത്രയ്ക്കാണോ കൈ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇറക്കമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ആ ഒരു ഷേപ്പ് കറക്റ്റ് വരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 2-3 നൈറ്റികൾ ഒരുമിച്ചിട്ടതിൻ്റെ ശേഷം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നൈറ്റിയുള്ള സമയത്തെ പെട്ടെന്ന് തന്നെ കട്ടിങ് കഴിയും കേട്ടോ. അല്ലാതെ ഓരോന്ന് നമുക്ക് കട്ട് ചെയ്ത് തയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം എടുക്കും. നൈറ്റിയുടെ കൈ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 1 ഇഞ്ചോളം ഉള്ളിലോട്ട് മടക്കി ഇതേപോലെ തയ്ച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കി കിട്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ ഇത്. ഇതിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു കോൺ പാഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് സിബിൻ്റെ അവിടേക്ക് ഒരു പട്ട വയ്ക്കണമെങ്കിൽ ഈ ഒരു ബാക്കി വന്ന തുണിയിൽ നിന്നാണ് കേട്ടോ പട്ടയ്ക്കായിട്ട് കട്ട് ചെയ്യേണ്ടത്. പിന്നെ വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട് വശത്തേക്ക് നമുക്ക് വലുതായിട്ട് വല്ല പട്ട പോലെയൊക്കെ മടക്കി നമുക്ക് കഴുത്ത് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതൊക്കെ കണ്ടോ ഇതേപോലെ ഇത്രയ്ക്ക് വലിയൊരു തുണി കിട്ടുക ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.
എല്ലാ നൈറ്റി തുണിയും കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിക്ക് വലിയൊരു പീസ് കിട്ടണം എന്നില്ല കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കുന്ന സമയത്തായാലേ നമുക്ക് അളവ് തരുമ്പോൾ നല്ല ഹൈറ്റുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്ക് കൂട്ടിയിടേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരുവിധം ആളുകൾക്കൊക്കെ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത ഈ പീസുകളൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയാണ് ഒരു നൈറ്റി തയ്ച്ചെടുക്കാമെന്നാണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത സമയത്തെ നല്ലൊരു പീസ് നമുക്ക് കട്ടിങ് ഒന്നും വരാതെ കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഒരു തുണിയിലാണ് കേട്ടോ നമ്മൾ കഴുത്ത് അടിച്ച് മറയ്ക്കാനായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു 3.5 ഇഞ്ചിൽ ക്യാൻവാസിൽ കഴുത്ത് വെട്ടിയിട്ട് ആ ഒരു തുണിയിൽ വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴത്ത് നമ്മൾ വെള്ള തുണി വെച്ചിട്ടൊരു ചെറുതായിട്ട് പൈപ്പിങ് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ കൈ തയ്ച്ചതിന് ശേഷം ഒന്ന് കറക്റ്റ് ലെവലാക്കിയിട്ട് രണ്ടെണ്ണം അങ്ങനെ കൂട്ടി വെച്ചിട്ടേ ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ. നൈറ്റിയുടെ നമ്മൾ ബാക്ക് കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിൽ നമ്മൾ ഒരു 3 ഇഞ്ചോളാണ് കേട്ടോ വീതി എടുത്തിട്ടുള്ളത്. താഴോട്ടുള്ള ഇറക്ക് നമ്മളൊരു 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ 3.5 ഇഞ്ചാണ് കേട്ടോ കഴുത്തവിൻ്റെ വീതി എടുത്തത്. അത് കാരണം ബാക്കിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു അളവിൽ കഴുത്ത് വെട്ടിയെടുത്തതിന് ശേഷം ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുത്ത് അടിച്ച് മറിച്ചെടുക്കണം. അപ്പോൾ തുണിയുടെ നമ്മുടെ നല്ല വശത്താണ് കേട്ടോ അത് ഇതേപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ പോണത്. ബാക്ക് വശത്തെ കഴുത്ത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഇങ്ങനെ പതിച്ച് തയ്ക്കാനേ വേണ്ടത്. ഫ്രണ്ട് വശത്തെ നെക്ക് തയ്ക്കുന്ന സമയത്തെ നമ്മൾ നേരത്തെ തയ്ച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മുടെ തുണിയുടെ അതായത് നൈറ്റി തുണിയുടെ ചീത്ത വശത്ത് വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കുന്നത്. അത് നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് മറച്ചിടാനാണ് പോണത്. അപ്പോൾ ഇതേ രീതിക്ക് വെച്ചതിന് ശേഷം ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ആ ബാലൻസ് വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ നമ്മുടെ കഴുത്തിൽ മുഴുവനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ട് വശത്തേക്ക് മറച്ച് വെച്ചതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സിബ് എങ്ങനെയാണ് വെക്കണമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. സിബ് വയ്ക്കാനായിട്ട് നമ്മുടെ നൈറ്റിയുടെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. എത്ര ഇറക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്ത് നിർത്താം. അപ്പോൾ ഇതേപോലെ സിബ് താഴെ വെച്ചതിന് ശേഷം നൈറ്റിയുടെ ആ നമ്മൾ വെട്ടിയ ഭാഗം ഉണ്ടല്ലോ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ട് ആ ഒരു സിബിൻ്റെ മേലെ കൂടെ വെച്ച് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മുടെ നൈറ്റി തുണിയിൽ നമ്മൾ സിബ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നൈറ്റി കൂട്ടി തയ്ച്ചെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സിബ് കാണാത്ത തരത്തിൽ നമുക്ക് തയ്ക്കണമെങ്കിൽ ഈ ഒരു തുണി എടുത്തിട്ട് ഇതേപോലെ പട്ട വെച്ചിട്ട് നമ്മൾ പതിച്ചടിച്ചെടുക്കണം. അപ്പോൾ ഇതേ രീതിക്ക് സിബിൻ്റെ മേൽവശത്ത് വെക്കാം കേട്ടോ ഒരു സൈഡിൽ. എന്നിട്ട് നമ്മൾ കാണിക്കുന്ന പോലെ തയ്ച്ചിട്ട് പിന്നെ താഴ്വശം മടക്കി തയ്ക്കാം കേട്ടോ നമുക്ക്. നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കാൻ മറന്നും പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നൈറ്റിയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നൈറ്റി തയ്ക്കണതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അപ്പോൾ എനിക്കറിയണതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ആദ്യം ഉൾവശത്ത് തയ്ച്ചതിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു പട്ട പീസ് ഉണ്ടല്ലോ അതിൻ്റെ മേൽവശത്തേക്ക് തിരിച്ച് മറച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മളിനി അതിൻ്റെ മേൽവശത്ത് കൂടെയാണ് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് താഴത്തേക്ക് കൊണ്ടുവരുന്നത്.
താഴ്വശത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്കതിൻ്റെ പട്ടയുടെ താഴ്വശം നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് സ്ക്വയർ പോലെ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു കോണോട് കോണാക്കി മടക്കി വെക്കണമെങ്കിൽ അങ്ങനെ മടക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മുടെ ഉടുപ്പിൻ്റെ ഫ്രണ്ട് വശത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു സിബ് വെച്ച ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു കുടുക്കും ഒരു ഹുക്ക് പോലെ വെക്കില്ലേ നമ്മൾ, ആ ഒരു ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുറന്നിരിക്കാതെ ഇരിക്കാനായിട്ട് നല്ലതാണ്. നൈറ്റിയുടെ ഫ്രണ്ട് വശം, അതായത് ബാക്ക് വശം കൂട്ടിയിട്ട് നമ്മളത് ഇതേ രീതിക്ക് വെച്ച് തയ്ക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് വശത്ത് ആ ഒരു നമ്മൾ തയ്ച്ചിട്ടുണ്ടല്ലോ ക്രോസ് പീസ് വെച്ചിട്ട്, അതിങ്ങനെ തുറന്ന് വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് കേട്ടോ ആ ഒരു ബാക്ക് വശം നമ്മൾ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് മേലെ കൂടെ തയ്ച്ചെടുക്കുന്നത്. നമ്മുടെ നൈറ്റിയിലെ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ കൈ വെച്ച് തയ്ച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ കൈ തയ്ക്കുന്ന സമയത്ത് കൈയിൻ്റെ നമ്മൾ കറക്റ്റ് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം തയ്ച്ച് തുടങ്ങാം. അതായത് നമ്മുടെ നല്ല വശങ്ങൾ തമ്മിൽ കറക്റ്റ് ആ മുഖാമുഖമാണ് കേട്ടോ വരാം. ചീത്ത വശങ്ങൾ താഴെയും മേൽഭാഗത്തും ആയിട്ടാണ് കേട്ടോ വരാം. അപ്പോൾ നമ്മൾ കൈയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോഴേക്ക് ഒരു 2 സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേട്ടത് ഇതേ രീതിക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയിൻ്റെ ഒരു തുമ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം അതും മാർക്ക് ചെയ്തിട്ട് സൈഡ് നമ്മളത് ഈ വരച്ചേക്കൂടെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ അതിന് ശേഷം നമുക്ക് അത് തയ്ച്ചതിൻ്റെ ശേഷം താഴ്വശം മടക്കി തയ്ക്കാൻ കേട്ടോ വേണ്ടത്. ഉള്ളിലേക്ക് ഇതുപോലെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ ഉള്ളിലേക്ക് നമുക്ക് വെച്ചിട്ട് മടക്കി തയ്ക്കാം. ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് അറിയാം, എന്നിട്ട് നമുക്ക് ജോലിയൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു വട്ടമൊക്കെ ഇതുപോലെ 2 തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ തയ്ച്ചിട്ടൊന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തായാലും ഉറപ്പാണ് കേട്ടോ നമുക്ക് വീണ്ടും വീണ്ടും തയ്ക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പേടിയാണെന്നുണ്ടെങ്കിലേ ആദ്യം 2 നൈറ്റിയൊക്കെ തയ്ച്ചിട്ട് നമ്മൾ വീട്ടിൽ ഒരു എന്തെങ്കിലും ചെറിയ കൂടുതൽ ഐഡിയകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുത്തിലൊക്കെ നല്ല മോഡലൊക്കെ വെച്ച് തയ്ച്ച് നമ്മൾ തന്നെ തയ്ച്ചിടാം കേട്ടോ. അതിന് ശേഷം പുറത്തേക്ക് തയ്ച്ച് കൊടുക്കുക. നൈറ്റിയുടെ താഴ്വശം മടക്കണ സമയത്തെ കറക്റ്റ് നേരെ വെച്ച് മടക്കരുത് കേട്ടോ. നമ്മുടെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരറ്റത്ത് നമ്മളൊരു കുറച്ച് ഇങ്ങനെ കീറാട്ടോ. നമ്മൾ അമ്പർല കട്ടൊക്കെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് അത് ഇതേ രീതിക്കാണല്ലോ വരാം. അപ്പോൾ ഇതേപോലെ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അങ്ങോട്ട് കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ നൈറ്റി ഇടുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ സൈഡൊക്കെ. അല്ലെങ്കിൽ നമ്മൾ നൈറ്റി ഇടുന്ന സമയത്ത് നമ്മുടെ നൈറ്റിയുടെ 2 സൈഡും താഴോട്ട് ഇങ്ങനെ ഇടിഞ്ഞ് തൂങ്ങിക്കിടക്കില്ലേ, അങ്ങനെയാണ് വരാം. അപ്പം അതില്ലാതിരിക്കാനാണ് കേട്ടോ ഇത് ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്യുന്നത്. നൈറ്റി തുണി ഹോൾസെയിലായിട്ടും എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറവിൻ്റെ എടുക്കരുത് കേട്ടോ. ഏറ്റവും കുറവിൻ്റെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വാളിറ്റിയിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ തൊങ്ങ് പൊന്ത അങ്ങനെ നരയ്ക്കൊക്കെ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത്യാവശ്യം നല്ല വില കൂടുതലിൻ്റെ അല്ല, ഏറ്റവും വില കുറവിൻ്റെ അല്ലാത്ത തരത്തിൽ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു റേറ്റിൽ നോക്കിയിട്ട് നൈറ്റി തുണി എടുക്കാം കേട്ടോ. നമ്മളുണ്ടല്ലോ ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല കേട്ടോ. പക്ഷെ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് നമുക്കറിയുന്ന പോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും വിജയത്തിലെത്തും കേട്ടോ. ഇപ്പം നമ്മുടെ നൈറ്റിയുടെ കാര്യമാണെങ്കിലും ബ്ലൗസ് തയ്ക്കുന്നതായാലും ചുരിദാർ തയ്ക്കുന്നതായാലും ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. ചെറിയ രീതിയിൽ തയ്ക്കാൻ അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഏതൊരു ഐറ്റം തയ്ച്ചിട്ടായാലും കുഞ്ഞൊരു വരുമാനം വീട്ടിലിരുന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും. അപ്പം നമ്മുടെ കയ്യിലെ 2 നൈറ്റി ഞാൻ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലെ ബാക്കിയുള്ള നൈറ്റികളെല്ലാം നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ നൈറ്റി തയ്ച്ചിട്ട് നോക്കി നമുക്ക് തന്ന അളവിൻ്റെ കറക്റ്റ് നോക്കി ആ ഒരു കറക്റ്റ് അളവിന് തന്നെയാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നൈറ്റി തുണി കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് പരിചയമുള്ളവരൊക്കെ തരുന്ന സമയത്തില്ലേ, നമുക്ക് ഓർഡർ തരുന്ന സമയത്ത് അവരൊരളവ് വാങ്ങിച്ചിട്ട് തയ്ച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് അളവിൽ തയ്ച്ച് കൊടുക്കാനും പറ്റും. പിന്നെ അതിൽ നമുക്ക് അധികം റിപ്പയറിങ് വരില്ല കേട്ടോ. അതിലത്തെ വേറൊരു നൈറ്റി തയ്ച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ നൈറ്റി എത്ര നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാലും സിമ്പിളായിട്ട് ഇതേ രീതിക്ക് തയ്ച്ചാൽ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ദേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.